Good morning, Miss. Good morning. Good morning, Miss. Good morning. How are you, Miss? Good morning, Miss. I am fine. മിസ്സേ പനി കുറഞ്ഞോ? കുറഞ്ഞു മോളെ, കുറഞ്ഞു. കുറെ നാളുകളായില്ലേ? ഓക്കെ, എല്ലാരും കരുതിയിരിക്കണം കേട്ടോ. എല്ലാരും വീട്ടിൽ തന്നെ, എവിടെയും പോകണ്ട കേട്ടോ. ഇപ്പം വീണ്ടും ഒരുപാട് കുറെ സ്ഥലങ്ങളില് ഇങ്ങനെ പകർച്ചവ്യാധി വരികയാണ്. ഏത് കൊറോണ. ഗുഡ് മോർണിംഗ്. എന്താണ്? Good morning, Miss. ഗുഡ് മോർണിംഗ്. ഐ ആം ഫൈൻ. റെഡിയായി? How are you, Miss? ഐ ആം ഫൈൻ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മിസ്സിന് വേഗം അസുഖം മാറി കേട്ടോ. ഓക്കേ. മിസ്സേ ചായ കുടിച്ചോ? ചായ കുടിച്ചു മോളെ. ഓക്കെ, എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരിക്കേ. ആരാ ചോദിക്കുന്നത്? ആർക്കും വയ്യണ്ടോ? എല്ലാരും നല്ല മക്കളായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോട്ടോ, എവിടെയും പുറത്തിറങ്ങണ്ടേ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തിട്ട് പ്രസന്റ് ടൈപ്പ് ചെയ്തോ. വീഡിയോ ഓൺ ചെയ്യാത്തവരെ ഞാൻ ഇപ്പോ ക്ലാസ്സിന്ന് മിസ്സേ പ്രസന്റ് അയക്കുമ്പോ വീഡിയോ ഓഫാണ്. സാരില്ല, ഒരു തവണ മാത്രമേ പ്രസന്റ് ടൈപ്പ് ചെയ്യണ്ടൂ കേട്ടോ. 5-6 പ്രാവശ്യം ടൈപ്പ് ചെയ്യണ്ട. ആരാധ്യയാണെങ്കിലും സെൽമി ആണെങ്കിലും ഒരു തവണ മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, മിസ് കാണുന്നില്ലല്ലോ എന്ന് കരുതി കുറെ തവണ ഒന്നും അയക്കണ്ട. ഓക്കെ അല്ലേ? ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. എല്ലാരും എടുത്തു വെച്ചോ? എടുത്തു വെച്ചു. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് 4ാമത്തെ ലെസൺ കംപ്ലീറ്റ് ആക്കിയല്ലേ? പേജ് നമ്പർ 23 വരെ എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. പേജ് നമ്പർ 23 വരെ എല്ലാവരും കംപ്ലീറ്റ് അല്ലേ? കുറെ പേര് വീഡിയോ ഓൺ ചെയ്യാനുണ്ട്. വീഡിയോ ഓൺ ചെയ്യാതെ ക്ലാസ്സിൽ ഇരിക്കരുത്. വീഡിയോ ഓൺ ചെയ്തന്നെ ഇരിക്കുക ക്ലാസ് കഴിയുന്നത് വരെ. ആരെങ്കിലും വീഡിയോ ഓഫ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ക്ലാസ്സിന് പുറത്ത്. പേജ് നമ്പർ 23 കംപ്ലീറ്റ് ആണ്. പേജ് നമ്പർ 24 സീമ മിസ് ഒന്ന് വായിപ്പിച്ചു അല്ലേ? കമ്പ്യൂട്ടർ ഭയ്യ, കമ്പ്യൂട്ടർ ബ്രദർ. ഇനി മിസ് പറഞ്ഞിരുന്നോ? എന്താണത് മനസ്സിലായോ? എഡ്വിൻ എവിടെയോ പോയി നോക്കി പറഞ്ഞിട്ടല്ലോ. എഡ്വിൻ ഏതോ സിനിമയിൽ അഭിനയിച്ചു എന്തൊക്കെ കേട്ടല്ലോ. അതെയോ? സൂപ്പർ താരാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ താരം ഉണ്ടല്ലോ, എഡ്വിൻ തോമസ്. ഞങ്ങൾക്കെല്ലാം ഒരു അവസരമാക്കി തരണേ എഡ്വിൻ. അല്ലേ? ഞങ്ങൾക്കും അവസരമാക്കി തന്നേക്കുന്നല്ലേ? ഇതാരാ ചെയറ് മാത്രം കാണുന്നത്? ചെയറ് മാത്രം അവിടെ വെച്ചിട്ട് പോയേക്കല്ലേ? മിസ് അതൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ ഭയ്യ എന്നുള്ളത്. എന്നാലും നമുക്ക് അതിന്റെ മീനിങ് മനസ്സിലാക്കി വെക്കാം. മിസ് വേഗം ഒന്ന് പറഞ്ഞുതരാം. സുനോ മേരെ കമ്പ്യൂട്ടർ ഭയ്യ ഘർ മേ നഹീ ഹേ മേരി മയ്യ. കമ്പ്യൂട്ടർ, ആ കുട്ടിയുടെ അടുത്തൊരു കമ്പ്യൂട്ടർ ഉണ്ട്. ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ വീട്ടിൽ എന്തുണ്ട്? കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടറോട് പറയണേ, അല്ലയോ കമ്പ്യൂട്ടർ ഭയ്യ കേട്ടോളൂ. ഘർ മേ നഹീ ഹേ മേരി മയ്യ. എന്റെ വീട്ടില് എന്റെ അമ്മയില്ല. ഹോംവർക്ക് കർനാ ഹേ മുജ്കോ. എനിക്കാണെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുണ്ട്. ബഹുത്ത് ബഡി ഹേ ടെൻഷൻ മുജ്കോ.
എനിക്ക് അതുകൊണ്ട് വളരെയധികം ടെൻഷൻ ഉണ്ട്. കാരണം അമ്മയില്ല പറഞ്ഞത്. വീണ്ടും ചെയർ മാത്രമായല്ലോ. എവിടെ പോയി? അവിടെ ഇരിക്കാനാവുന്നില്ലേ? സീറ്റ് ബെൽറ്റ് വേണ്ടി വരുവാ. അപ്പൊ കമ്പ്യൂട്ടർ പയ്യ എനിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം അമ്മ ഇവിടെ ഇല്ല. എനിക്കാണെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുണ്ട്. ദേക്കോ തുംഹോ കിത്തനെ കൂൾ. എന്നാൽ നോക്കിയേ, നീ എത്ര കൂളായിട്ടാ ഇരിക്കുന്നത്. കഭി നഹീ ജാത്തെ സ്കൂൾ. എനിക്ക് എവിടെയും സ്കൂളിലോ പോകുകയോ പഠിക്കുകയോ ഒന്നും വേണ്ടല്ലോ. ലേക്കിൻ തുംകോ സബ് ആതാ ഹെ. പക്ഷെ എന്നാലും നിന്നിൽ എല്ലാം കിട്ടുന്നുണ്ട്. ക്യാ തുംകോ ജാതു ആതാ ഹെ. എന്താണ് നിന്റെ ആ മാന്ത്രിക വിദ്യ? നിനക്ക് എല്ലാം അറിയാലോ. നീ സ്കൂളിൽ പോകുന്നില്ല, നീ ഹോംവർക്കും ചെയ്യുന്നില്ല, പക്ഷെ നിനക്ക് എല്ലാം അറിയാലോ. മുജുക്കോ ബി ജാദു സിഗലാദോ. എന്നെയും ആ മന്ത്രവിദ്യ ഒന്ന് പഠിപ്പിക്കാമോ? കോയി ഐസി ട്രിക്ക് ബദലാദോ. അതിന്റെ ട്രിക്ക് ഒന്ന് പറഞ്ഞു തരൂ. ഹോംവർക്ക് ഹോ ഓട്ടോമാറ്റിക് ബദാ ബീദോ ബയ്യ ഐസി ട്രിക്ക്. എന്ത് ട്രിക്കാ എനിക്ക് പറഞ്ഞിരുന്നത്? ഓട്ടോമാറ്റിക് ആയിട്ട് ഹോംവർക്ക് ചെയ്യാനുള്ള. കമ്പ്യൂട്ടറിലല്ലേ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോ അപ്പൊ അതിന്റെ ഓട്ടോമാറ്റിക് ആൻസർ വന്നു അല്ലേ? അപ്പൊ അതുപോലെ എനിക്കും ഒന്ന് ട്രിക്ക് പറഞ്ഞു തരൂ. മിലേ ക്ലാസ് മേ മുझे അറ്റൻഷൻ ഖതം ഹോ ജായേ റോസ് കി ടെൻഷൻ. എനിക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ എന്റെ മാറി കിട്ടും. ഇല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ടെൻഷനാണ്. ടീച്ചർ ജീബി ഖുഷ് ഹോ ജായേ. എല്ലാ ദിവസവും ഹോംവർക്ക് കൃത്യമായി ചെയ്ത് കൊണ്ടുപോയാൽ ആർക്ക് സന്തോഷാവും? ടീച്ചർക്ക്. ഹം സബ് ബച്ചേ നാച്ചേ ഗായേ. അപ്പൊ എല്ലാ കുട്ടികളും സന്തോഷിക്കും, ടീച്ചർക്ക് സന്തോഷാവും അല്ലേ? അപ്പൊ എല്ലാവർക്കും പാട്ടുപാടി ഡാൻസ് ചെയ്യാലോ. എന്താണ് പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 24. ആ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒന്നത് പറഞ്ഞു തന്നെ മോളെ. അത് എക്സ്ട്രാ വായിക്കാനാണ്. എന്നാലും മക്കൾ അതിന്റെ മീനിങ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. അതിൽ നിന്ന് നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല. നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വെക്കേണ്ട പോയം കേട്ടോ കമ്പ്യൂട്ടറിനെ കുറിച്ച്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അത് കമ്പ്യൂട്ടറിനോട് ഒരു കുട്ടി പറഞ്ഞത്, ഒന്ന് ആ ട്രിക്ക് എനിക്കും പറഞ്ഞതാ, വേഗം ആൻസർ കിട്ടാനുള്ള ട്രിക്ക് എനിക്കും പറഞ്ഞതാ. എന്നാ എന്റെ ടീച്ചർക്കും ഹാപ്പി ആവുമല്ലോ, എന്റെ ഫ്രണ്ട്സും എല്ലാരും ഹാപ്പി ആവുമല്ലോ. ഓക്കെ, നമ്മുടെ ലെസൺ ഇതില് എക്സാമിന് ഒന്നുമില്ല കമ്പ്യൂട്ടർ പയ്യാന്നുള്ളത്. നമുക്ക് ഇനി എക്സാമിന് പഠിക്കേണ്ട 5ാമത്തെ ലെസൺ സാഹസി നേത്രാവതി. ബ്രേവ് നേത്രാവതി. ഓ പറഞ്ഞോ. ആരാണ്? മിസ്സേന്ന് വിളിച്ചു. ആരാധ്യയാണോ? സിദ്ധാന്താണോ? സിദ്ധാർത്ഥ്. സിദ്ധാന്താണോ? സിദ്ധാന്ത കൃഷ്ണയാ? മിസ്സേന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. പുസ്തകം എടുത്തൊക്കെ മറന്നുപോയോ? അടി വേണോ? മിസ് അവിടേക്ക് വന്ന് നല്ല അടി തരാം കേട്ടോ. മറന്നുപോയിനി. എവിടെ എത്തുന്നു പറയാ. പേജ് നമ്പർ 25. എപ്പോഴാ പോവാ സിദ്ധാന്തന് തിരിച്ച്? വ്യാഴാഴ്ച പോവും. വ്യാഴാഴ്ച, നാളെ അല്ലേ? പോയിട്ട് വായിക്കണേ. ഓക്കെ. പേജ് നമ്പർ 25, 5ാമത്തെ ലെസൺ സാഹസി നേത്രാവതി. എനിക്കിനി പറയാനുള്ള വേറൊരു കാര്യം, നിങ്ങൾ കഴിഞ്ഞ എക്സാം ഗൂഗിൾ ഫോമിലായിരുന്നു, നിങ്ങൾക്ക് ആ സെലക്ട് ചെയ്യേ വേണ്ടു ആൻസർ. ഇനി ഒക്ടോബറിൽ നടക്കുന്ന എക്സാമിന് എന്താണ്? എഴുത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ തുടങ്ങിക്കോളാം. ഹിന്ദിയുടെ വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എഴുതി പഠിക്കണം. അപ്പൊ ഞാൻ നിങ്ങളുടെ നോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതി പഠിച്ച ബുക്കും ഞാൻ ചോദിക്കും. നിങ്ങൾ റഫ് ബുക്കിൽ എഴുതി പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പൊ എവിടെയെങ്കിലും എഴുതി പഠിക്കണ്ട, നിങ്ങളത് അവിടെ വീട്ടിലെ എന്ത് ചെയ്യാ, ടെക്സ്റ്റും നോട്ടും സൂക്ഷിക്കുന്നത് പോലെ എഴുതി പഠിച്ച ആ പേപ്പറും അല്ലെങ്കിൽ ആ ബുക്കും സൂക്ഷിച്ചു വെക്കണം. മിസ് ചോദിക്കും, നിങ്ങളെ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഏതിലാണ് എഴുതി പഠിച്ചത്? അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങള്
എഴുതി പഠിച്ചേ മതിയാകൂ. ഇനി അടുത്തത് എഴുതാനുള്ള എക്സാം ആണ് വരുന്നത്. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എഴുതി പഠിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇന്ന് മുതൽ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ. ഇനി പരീക്ഷന്റെ ആ ആഴ്ച വേണ്ട, ഇന്ന് തന്നെ തുടങ്ങിക്കോ. കേട്ടല്ലോ? ഇന്ന് തന്നെ തുടങ്ങിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വരും, കാരണം കുറച്ച് പഠിച്ചാൽ മതി. നോക്ക്, ബ്രൈവ് നേത്രാവതി, സാഹസി നേത്രാവതി, പാടുക പരിചയം. സിദ്ധാന്ത വീഡിയോ ഓൺ ചെയ്തേ. ഇനി ആരും വീഡിയോ ഓഫ് ആക്കണ്ട. നിത വീഡിയോ ഓൺ ചെയ്തോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പുറത്ത് പോയിക്കോ. इस पाठ में राष्ट्रीय वीरता पुरस्कार से सम्मानित ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് തന്നെ ഇല്ലത്. ഇടക്ക് ഓഫായി പോകുന്നുണ്ട്, നീ ഓഫ് ആക്കണ്ട കേട്ടോ. राष्ट्रीय वीरता पुरस्कार से सम्मानित बालिका नेत्रावती चौहान के साहसी कार्य का वर्णन किया है. ഈ പാഠഭാഗത്തില് ദേശീയ വീരതാ പുരസ്കാരം ലഭിച്ച ഒരു പെൺകുട്ടി നേത്രാവതിയുടെ ഒരു സാഹസികമായ ഒരു കഥയാണ്, ഒരു വർണ്ണനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് സാഹസികമായ സംഭവം? पाठ द्वारा बच्चों को बहादुर और निडर बनने की प्रेरणा दी गई. ഈ പാഠത്തിലൂടെ കുട്ടികൾക്ക് പേടി എന്ന ഒന്ന് ഇല്ലാതാക്കി തീർക്കും, ധൈര്യം വരുത്താനാണ് ഈ പാഠഭാഗം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പേടിയുടെ ധൈര്യം ഉണ്ടോ? പേടിയുണ്ടോ? പേടിയില്ല നിങ്ങൾക്ക്? മിസ്സിനെ പേടിയല്ലേ? മിസ്സിനെ പേടിയില്ല? ഒന്ന് കൈ ഒന്ന് കാണിച്ചു, തമ്പ് കാണിച്ചേ. മിസ്സിനെ പേടിയില്ലേ? സൈതാ മിസ്സിനെ പേടിയില്ല, ഒരു തമ്പ് കാണിച്ചു. സഹ്മക്കൊന്നും പേടിയില്ല അല്ലേ? ഷാൻ, മുഹമ്മദ് ഷാന് പേടിയില്ല? ആഹാ, ആ ഓക്കെ. ഓക്കെ, ഇപ്പൊ ഇവിടെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പൊ പറഞ്ഞു നിങ്ങളുടെ പേടിയൊക്കെ മാറ്റാൻ വേണ്ടി ധൈര്യത്തോടെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗം തന്നത്. രാത്രിയിൽ പുറത്തിറങ്ങാൻ പേടിയാണോ നിങ്ങൾക്ക്? മിസ്സിന്റെ കാര്യം വിട്ടേക്ക്. രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയാണോ? പേടിയാണല്ലേ? സൈദ മിസ്സിനും പേടിയാണ്. അപ്പൊ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം ഈ പാഠഭാഗത്തിൽ എന്താന്ന്. പാടുക്കാൻ ഉദ്ദേശം. ഇനി പാഠത്തിനൊരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. എന്താണ് ഈ പാഠം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? പാടുക്കാൻ ശുദ്ധ പഠൻ കർവാന. ഒന്ന്, ഈ പാഠഭാഗം നന്നായിട്ട് അക്ഷരസ്ഫുടതയോടെ വായിക്കാൻ പഠിപ്പിക്കുക. പിന്നെ സാഹസ് और निस्वार्थ भाव से कार्य करने के लिए प्रेरित करना. അതൊന്ന് ബ്രാക്കറ്റ് ചെയ്തേ. സാഹസ് എന്നല്ലേ ബ്രാക്കറ്റ് ചെയ്തേ? साहस और निस्वार्थ भाव से कार्य करने के लिए प्रेरित करना. ജോയൽ പറഞ്ഞ കേട്ടിട്ടോ? സാഹസ് മുതൽ ഒന്ന് ബ്രാക്കറ്റ് ചെയ്യുക. നമ്പർ 5 അവിടെ എഴുതി വെക്കുക. നമ്പർ 5 ജോഹാന, നമ്പർ 5 എഴുതി അവിടെ. साहस और निस्वार्थ भाव से कार्य करने के लिए प्रेरित करना ബ്രാക്കറ്റ് ചെയ്യുക. അവിടെ നമ്പർ 5 എന്ന് എഴുതി വെക്കുക. ജോയൽ, ആർ യു റെഡി? മാർക്കിട്ട് വെച്ചോ അവിടെ. നമ്പർ 5 എന്ന് മാർക്കിട്ടോ. എന്താണ് ഈ ജോയൽ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത്? മിസ്സിനൊന്നും കേൾക്കാൻ പറ്റില്ല. ഒന്നുകൂടി പറയാം മിസ്. ഒന്നുകൂടി പറയാം. साहस और निस्वार्थ भाव से कार्य करने के लिए प्रेरित करना എന്നാണ് ബ്രാക്കറ്റ് ചെയ്യാൻ പറഞ്ഞത്. സാഹസ് മുതലേ പ്രേരിത കർണ വരെ നമ്പർ 5 അവിടെ എഴുതി വെക്കുക. ധൈര്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി പാഠഭാഗത്തിലേക്ക് വരികയാണ്. മിസ് വായിക്കുമ്പോ അവിടെ വീട്ടിലുള്ള അനിയത്തിമാരോടോ ചേച്ചിമാരോടോ അനിയനോടോ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട, അവരങ്ങോട്ട് മാറി നിൽക്കട്ടെ. മിസ് വായിക്കുമ്പോ നിങ്ങളുടെ കൈവിരല് ഫിംഗർ മിസ് വായിക്കുന്ന വാക്കുകളുടെ അടിയിലൂടെ പോവുക.
മിസ് ചോദിക്കും ഏത് പാരഗ്രാഫാണ് ഏത് പേജാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ മിസ് വായിക്കുന്നതിൽ മാത്രമായിരിക്കണം. ഓക്കെ ആണല്ലോ? ആർ യു റെഡി? യെസ്. ഓക്കെ. कहते हैं वीरों की उम्र नहीं देखी जाती. कहते हैं वीरों की उम्र नहीं देखी जाती. ഇതങ്ങനെ പറഞ്ഞാല് വീരന്മാരുടെ വയസ്സ് ആർക്കും എത്രയാണെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഒരു 10 വയസ്സിന് മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ 20 വയസ്സിന് മേലുള്ളവരെ വീരന്മാരാവൂല, അല്ലെങ്കിൽ ധൈര്യമുള്ളവരാവൂലൊന്നുമില്ല. ആർക്കും ധൈര്യമുള്ളവരാവാം. ചെറിയ കുട്ടികൾക്ക് ചിലവർക്ക് ധൈര്യം ഉണ്ടാവും അല്ലെ? ഇനി അടുത്ത വായിക്കുന്ന സെന്റൻസ് മാർക്ക് ചെയ്തോ. സച്ചേ വീര്. നമ്പർ 1. എന്താണ് സാമൂലെ രാവിലെ ഉറക്കം തൂങ്ങുന്നത്? കുളിച്ച് ഫ്രഷ് ആയിട്ടില്ല? ഫ്രഷ് ആയിട്ടില്ല ക്ലാസ്സിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാലും എന്തെങ്കിലും പഠിച്ച തലയിൽ കയറി തോന്നുന്നു. അത് ഹിന്ദി. സിദ്ധാന്ത് വീഡിയോ ഓൺ ചെയ്. സച്ചേ വീരിലെ ബ്രാക്കറ്റ് ചെയ്യാ. സച്ചേ വീർ ബച്പൻ സേ ഹി അദ്ഭുത സാഹസ് സേ ഭരേ ഹോത്തെ ഹേ വരെ, ഭരേ ഹോത്തെ ഹേ വരെ മാർക്ക് ചെയ്യും. നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ആണത്. അത് മിസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ മാർക്ക് ചെയ്താല് ഇനി ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോ അതേടാ ഇതേടാന്ന് അന്വേഷിക്കണ്ട. എന്താ അതിന്റെ ആൻസർ? സച്ചേ വീർ ബച്പൻ സേ ഹി അദ്ഭുത സാഹസേ ഭരേ ഹോത്തെ ഹേ. ഒരു യഥാർത്ഥ വീരൻ എന്ന് പറഞ്ഞത് കുട്ടിക്കാലത്ത് തന്നെ എന്തെങ്കിലും അത്ഭുതമായ ധൈര്യത്തോട് മുന്നേറുന്ന ഒരാളായിരിക്കും അല്ലേ? കംസേ കം നേത്രാവതി കെ സാഹസ് കി കഹാനി തോ യഹി കഹത്തെ ഹേ. ഈ നേത്രാവതിയുടെ ഈ ധൈര്യത്തിന്റെ ഈ കഥയിലൂടെ അതാണ് പറയാൻ പോകുന്നത്. നേത്രാവതിയുടെ ഒരു സാഹസികമായ കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നേത്രാവതി ഉൻ സാഹസി ബച്ചോ മേം സേ ഏക് ഹൈ. നേത്രാവതി അങ്ങനെയുള്ള ധൈര്യമുള്ള കുട്ടികളിലെ ഒരാളാണ്. ജൂലിയറ്റ് ജോസ്, why are you late? എന്താ ലേറ്റ് ആയത്? പേജ് നമ്പർ 25. പേജ് നമ്പർ 25. പ്രസന്റ് ടൈപ്പ് ചെയ്യാത്തവര് ഒരു തവണ ടൈപ്പ് ചെയ്യണ്ടോ? ടൈപ്പ് ചെയ്യാത്തവര് പ്രസന്റ് ടൈപ്പ് ചെയ്യുക. ഇനി जिसे गणतंत्र दिवस के अवसर पर प्रधानमंत्री द्वारा मरणोपरांत राष्ट्रीय वीरता पुरस्कार से सम्मानित किया गया. इस വായിക്കുന്ന സെന്റൻസ് കണ്ടോ? ഫസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് ഭാഗത്താണ് മിസ് വായിക്കുന്നത്. പേജ് നമ്പർ 25ലെ സാഹസി നേത്രാവതി എന്നുള്ളത്. എന്താ ആൻജോ? ആൻജോ ജോസഫ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ്? ജിസേ ഗണതന്ത്ര ദിവസ് കെ അവസർ പർ. ഈ നേത്രാവതിക്ക് ഗണതന്ത്ര ദിവസ് കെ അവസർ പർ റിപ്പബ്ലിക് ഡേ ആയിരുന്നു. ഇനി വായിക്കുന്നത് ബ്രാക്കറ്റ് ചെയ്തോ. പ്രധാനമന്ത്രി ദ്വാര. നമ്പർ 4. പ്രധാനമന്ത്രി ദ്വാര മരണോപരാന്ത് രാഷ്ട്രീയ വീരതാ പുരസ്കാർ സേ സമ്മാനിത് കിയാ ഗയാ. ഞാൻ പറയുമ്പോ മാർക്ക് ചെയ്യാൻ പറയുമ്പോ ചെയ്യണേ. ഇനി പിന്നെ കുറെ ദിവസം കഴിയുമ്പോ അത് കണ്ടില്ല ഇത് കിട്ടില്ല അവിടെ വെറുതെ ഇരിക്കണ്ട. പ്രധാനമന്ത്രി ദ്വാര എന്നുള്ളത് മാർക്ക് ചെയ്യാം. നമ്പർ 4. പ്രധാനമന്ത്രി ദ്വാര മരണോപരാന്ത്, അതായത് പ്രധാനമന്ത്രിയിൽ നിന്ന് എന്ത് കിട്ടി? എന്ത് പുരസ്കാരം കിട്ടിയത്? രാഷ്ട്രീയ വീരതാ പുരസ്കാർ സേ സമ്മാനിത് കിയാ ഗയാ. നമ്പർ 4. അതായത് റിപ്പബ്ലിക് ഡേ ആയെന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് രാഷ്ട്രീയ വീരതാ പുരസ്കാർ ആർക്ക് കിട്ടി? നേത്രാവതിക്ക്. അതിന് കാരണമുണ്ട്.
വെറുതെ ഒരു പുരസ്കാരം കൊടുക്കുവോ പ്രധാനമന്ത്രി? ആ എന്നാ ട്രൂ ലൈറ്റിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, ബെനീറ്റക്കും നിഹാരക്കെല്ലാം ഒരു ഇത് കൊടുത്തേക്കാന്ന് പ്രധാനമന്ത്രി ചിന്തിക്കോ? ഇല്ല. നമ്മൾ എന്തെങ്കിലും അതിനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യണം അല്ലേ? ആ അപ്പോ നെക്സ്റ്റ് പാരഗ്രാഫ് എന്താണ് ആ സംഭവം എന്ന് പറയാൻ പോകുന്നത്? റിലു വീഡിയോ ഓൺ ചെയ്യുമ്പോളെ. कर्नाटक में जन्मी नेत्रावती की अवस्था उस समय लगभग 14 वर्ष की थी. सेकंड पैराग्राफ ആണ് വായിക്കുന്ന എല്ലാവരും നോക്കണേ. കർണാടകമേ ജന്മി, കർണാടകത്തിൽ ജനിച്ച നേത്രാവതിയുടെ അവസ്ഥ, അവസ്ഥ മീൻസ് പ്രായം, ഉസ് സമയ ലഗ്ഭഗ് 14 വർഷ की थी. ആ സമയത്ത് ഏകദേശം 14 വയസ്സായിരുന്നു പ്രായം. മനസ്സിലായോ? കർണാടകത്തിൽ ജനിച്ചു വളർന്ന നേത്രാവതിക്ക് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏകദേശം എത്ര വയസ്സാണ് പ്രായം? 14 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 40. പിന്നെ ജബ് ഏക് ഘടന ഘടി, ആ സമയത്ത് ഈ സംഭവം നടന്നു. എന്ത് സംഭവം? एक दिन जब वह तालाब के पास कपड़े धो रही थी. ഒരു ദിവസം ഈ നേത്രാവതി എന്ന് പറഞ്ഞ 14 വയസ്സുള്ള പെൺകുട്ടി ഒരു കുളത്തിനടുത്ത് നിന്ന് വസ്ത്രങ്ങള് അലക്കുകയായിരുന്നു കേട്ടോ. വസ്ത്രങ്ങള് അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബ് ഉസ്നെ ദേഖാ കി ദോ ലഡ്കെ വഹാമായി. അപ്പൊ ആ നേത്രാവതി കണ്ടു 2 ആൺകുട്ടികൾ അങ്ങോട്ട് വന്നു. और उन्होंने तालाब में डुबकियां लगाना शुरू कर दी. അവരെന്ത് ചെയ്തു? കുളത്തിലേക്ക് എടുത്തു ചാടി നീന്താൻ തുടങ്ങി. शायद उन्हें तालाब की गहराई का कोई अंदाजा ही नहीं था. ചിലപ്പോ ഒരു പക്ഷേ അവർക്ക് ഈ കുളത്തിന്റെ ആഴം എത്രയാണെന്ന് മനസ്സിലായി കാണില്ല. ചെറിയ കുട്ടികളാണ്. കുട്ടികൾ വന്ന ഉടനെ എന്ത് ചെയ്തു? കുളത്തിലേക്ക് എടുത്ത് ചാടി. നമ്മള് കട്ടായി പോകുന്നുണ്ടോ? ആ ഇടയ്ക്ക് നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നം വന്നവര് വീണ്ടും യൂട്യൂബിൽ ക്ലാസ് കണ്ട് തൃപ്തിപ്പെടുക. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത് എന്താണ്? ഇപ്പൊ ഇവിടെ 2 കുട്ടികള് ആ കുളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് പറഞ്ഞു. എന്റെ അപ്പം മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എന്ത് നീന്തൽ പഠിച്ചാലും, നമ്മൾ വലിയ നീന്തലുകാരനാണ് ഞാൻ, ചെറുപുഴ ആ പുഴയിൽ നിന്ന് അല്ലെങ്കിൽ കമ്പല്ലൂർ പുഴയിൽ നിന്ന് നീന്തലുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ നമ്മൾ അറിയാത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ നല്ല നീന്തലുകാരനാണെന്നും പറഞ്ഞിട്ട് എടുത്തു ചാടാനൊന്നും പാടില്ല അല്ലേ? ചിലപ്പോ ചുഴി ഉണ്ടാവാം, ചിലപ്പോ നല്ല നമ്മൾ പഠിച്ചതിനേക്കാളുള്ള ആഴം ഉണ്ടാകാം. അപ്പൊ നമുക്ക് അതൊരു ആപത്താണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മള് പാർക്കിലൊക്കെ പോയാൽ കടലിലൊക്കെ കളിക്കുന്നുണ്ടല്ലേ കുട്ടികള് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കളിക്കുമ്പോഴ് എന്ത് ശ്രദ്ധിക്കണം? മുതിർന്നവര് മുതിർന്നത് അതായത് നിങ്ങളുടെ കൂടെയുള്ളവരോ അല്ലെങ്കിൽ അവിടെയുള്ള വാച്ച്മാനോ അതൊക്കെ പറയുന്നത് കൃത്യമായി പാലിക്കണം. നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ചിലവർ പറയല്ലേ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, തിരമാല വരാൻ ചാൻസ് ഉണ്ട്, വേവ് അല്ലേ, വേവ് അടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ മക്കൾ എന്ത് ചെയ്യും? ആ ഹാപ്പി ആ സന്തോഷത്തിന്റെ ത്രില്ലില് എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. അപ്പോ നമ്മൾ അതിന്റെ അപകടം മനസ്സിലാക്കില്ല. അതുപോലെ തന്നെ ഈ നീന്തൽ എന്ന് പറഞ്ഞു, ചിലവർക്ക് നീന്തൽ അറിയാം. എയ്മീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ തവണ. അവള് സ്റ്റാറ്റസ് ഇട്ടുണ്ട്. ഞാൻ ചില ദിവസം എനിക്ക് തന്നെ പേടി തോന്നാറുണ്ട് എന്റെ വീട്ടിൽ നിന്ന്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, വെള്ളത്തിൽ ഇങ്ങനെ നിരങ്ങി വന്നിട്ട് കാണാൻ കല്ലിലേക്ക് വന്ന് അടിച്ചു വീഴുന്നത്. എയ്മി ശ്രദ്ധിക്കണം കേട്ടോ. ചേച്ചി അത് 2 പേരും ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ വീഡിയോ എടുക്കാനോ
നിങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അതൊക്കെ ചെയ്യുന്നുണ്ടാവുക അല്ലേ? ഫോട്ടോ എടുക്കാനൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ആ അതായത് എണ്ണി വരുന്ന സമയത്ത് ചിലപ്പോ അതായത് കല്ലിന് വഴുക്കലുണ്ടാവും. ചിലപ്പോ അന്നേരം നിങ്ങളെ തല ദിവസം മാറി ഏതെങ്കിലും കല്ലിനടിക്കുകയോ കയ്യോ അല്ലെങ്കിൽ കാലോ വെച്ചടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ എല്ലുപൊട്ടും പലവിധ അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറെ തവണ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എയ്മിയുടെ ഇത് കാണുമ്പോൾ സ്റ്റാറ്റസ് നോക്കാൻ ചില സമയത്ത് പേടിയാണ്. കാരണം എന്ത് ഇതാണ് ഭയങ്കര നിങ്ങൾ ചെയ്യാൻ പോകുന്ന പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പുഴയായിരിക്കാം, തോടായിരിക്കാം, എല്ലാം ശരി. പക്ഷെ ചെറിയൊരു ഇത് മതി നിങ്ങൾക്ക് ആപത്തുകൾ വരാം. കുഞ്ഞു മക്കളല്ലേ, അപ്പൊ ശ്രദ്ധിക്കണം അതൊക്കെ കേട്ടോ. അപ്പൊ ഇവിടെ ഇനി എന്താണ്, ഈ രണ്ട് മക്കൾ എന്ത് ചെയ്തു? ഈ കുളത്തിൽ വന്നിട്ട് എടുത്ത് ചാടിയല്ലേ? പക്ഷെ അവർക്ക് അതിന്റെ ആഴം വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നില്ല. നെക്സ്റ്റ് പേജ് നമ്പർ 26. എല്ലാവരും എടുത്തു വെച്ചോളൂ. പേജ് നമ്പർ 26. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. നേത്രാവതി കപ്പടേത്തോ ധോരഹീത്. നേത്രാവതി എന്ത് ചെയ്തിരുന്നു? ആ കുളത്തിന്റെ സൈഡിൽ നിന്ന് വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലേക്കിൻ ഉസ്കാ പൂരാ ധ്യാൻ ഇൻ ബച്ചോം പർ ഹി താ. പക്ഷേ നേത്രാവതിയുടെ ശ്രദ്ധ മുഴുവനും ഈ കുഞ്ഞു കുട്ടികളിലായിരുന്നു. ഈ കുഞ്ഞു മക്കളുടെ ഇടയിലായിരുന്നു നേത്രാവതിയുടെ ശ്രദ്ധ. കാരണം എന്തേ? അവരെന്താ ചെയ്ത്? അവരാ ആഴമൊന്നും ശ്രദ്ധിക്കാതെ കുളത്തിലേക്ക് എടുത്ത് ചാടിയിരുന്നു അല്ലേ? ലേക്കിൻ ഇസ്കാ പൂരാ ധ്യാൻ ഇൻ ബച്ചോം പർ ഹി താ. അവരുടെ മുഴുവൻ ശ്രദ്ധയും അലക്കുന്നതിൽ അല്ലായിരുന്നു, പകരം ആ കുട്ടികളിലായിരുന്നു. ജൈസേ വഹ് ജാൻതി ഹോ കി ഇൻ ബച്ചോം കോ താലാബ് കി ഗഹരായി കാ അന്ദാസാ നഹീ ഹേ. കാരണം ആ കുട്ടികൾക്ക് ഈ കുളത്തിന്റെ ആഴം വ്യക്തമായി അറിയില്ലല്ലോ എന്ന വേവലാതിയാണ് നേത്രാവതിയെ ആ കുട്ടികളെ തന്നെ ശ്രദ്ധിക്കാനുള്ള കാരണമായി. താലാബ് ലഗ്ഭഗ് 30 ഫീറ്റ് ഗഹരാ ഥാ. ഏകദേശം ആ കുളം 30 അടിയോളം താഴ്ചയുണ്ടായിരുന്നു. थोड़ी देर तो वे तालाब में मजे से नहाते रहे. അല്പനേരം ആ കുട്ടികൾ കുളത്തിൽ നിന്ന് എന്താണ് തമാശ അടിച്ചു പൊളിച്ച് നീന്തി. लेकिन कुछ ही देर बाद दोनों पानी की गहराई में डूबने लगे. പക്ഷേ കുറച്ച് സമയം അവർ നീന്തി, ഓക്കെ. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും രണ്ട് കുട്ടികളും വെള്ളത്തിലെ ആഴത്തിലോട്ട് മുങ്ങി താഴാൻ തുടങ്ങി. നേത്രാവതി ജൈസേ ഹി ഉനെ ഡൂബത്തെ ദേഖാ. നേത്രാവതി ഇത് കാണുന്നുണ്ടായിരുന്നു. എന്ത്? ഈ രണ്ട് കുട്ടികളും മുങ്ങി താഴ്ന്നത് കാണുന്നുണ്ടായിരുന്നു. ബിനാ സമയ ഗംവായേ ഉസ്നെ താലാബ് മേ ഛലാംഗ് ദി. മക്കളത് മാർക്ക് ചെയ്തേ. നേത്രാവതി എന്നുള്ള പാരഗ്രാഫ്, നേത്രാവതി തുടങ്ങുന്ന പാരഗ്രാഫ് അവിടെ മാർക്ക് ചെയ്തോ. നമ്പർ 3. ചലാംഗ് ദി വരെ. നേത്രാവതിനെ സിദ്ധാന്ത് ടെക്സ്റ്റ് ബുക്കിലല്ല മോനെ? ഇല്ല, മിസ് ഇന്ന് ഗ്രൂപ്പില് അയക്കുന്നുണ്ട്. അത് നാളെ എഴുതണേ പോയിട്ട്. നേത്രാവതിനെ ജൈസേ ഹി ഉനെ ഡൂബത്തെ ദേഖാ ബിനാ സമയ ഗംവായേ ഉസ്നെ താലാബ് മേ ഛലാംഗ് ദി. അത്ര വരെ മാർക്ക്. നമ്പർ 3. അതായത് നേത്രാവതി പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ആ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ എടുത്തു ചാടി അവരുടെ അടുത്തേക്ക്. പഹലെ ഉസ്നെ അപ്നെ സേ. മിസ് വായിക്കുന്നത് ശ്രദ്ധിച്ചോ. ഇനി ഒന്നുകൂടി മാർക്ക് ചെയ്യാനുണ്ട്. പഹലെ ഉസ്നെ അപ്നെ സേ കഴിഞ്ഞിട്ട് ബഡേ 16 വർഷത്തെ അതൊന്ന് അടിവരിട്ടെ, അണ്ടർലൈൻ ചെയ്താൽ മതി. ബഡേ 16 വർഷത്തെ എന്നുള്ളതിന് അണ്ടർലൈൻ ചെയ്തേ, ബ്രാക്കറ്റ് വേണ്ട, അതിന്റെ അടിയിൽ മാത്രം ഒരു വര. ബഡേ 16 വർഷത്തെ. അവിടെ നമ്പർ 2 ഇടുക. അതത്രേ ഉള്ളൂ. അതിന്റെ ഒന്നും കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്, താഴെ ഞാൻ പറയും. ബഡേ 16 വർഷത്തെ
ആ നമ്പർ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് നമ്പർ 2 എഴുതുക. वर्ष के मुधु के को बचाया और किनारे पर पहुंचाया, फिर पलक झपटे की 10 वर्षीय गणेश को. ഒരു കാര്യം ചെയ്തോ, അത് ഫുള്ള് മാർക്ക് ചെയ്തോ. ആ ക്വസ്റ്റ്യനില് രണ്ടും ചോദിക്കുന്നുണ്ട്, പേരും ചോദിക്കുന്നുണ്ട്, വയസ്സും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് ആ ബഡേ 16 വർഷത്തേക്ക് തുടങ്ങുന്ന നമ്പർ 2 മാർക്ക് ചെയ്യുക, ഗണേഷ് കോന്ന് വരെ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അത് ഗണേഷ് കോ. അതായത് ആദ്യം 16 വയസ്സുള്ള മുധുവിനെ രക്ഷപ്പെടുത്തി തീരത്ത് കൊണ്ടുവച്ചു. പിന്നെയോ ഫിർ പലക്ക് ചത്തേക്ക് 10 വർഷീയ ഗണേഷ് കോ. പിന്നെ അടുത്ത ഊഴം ആരുടേതായിരുന്നു? 10 വയസ്സുള്ള ഗണേശന. എന്താ സാമൂലെ പനിയുണ്ട് മോനെ? സാമൂലെ എന്താണ്? പനിയുണ്ടോ? വയ്യെങ്കിൽ റെസ്റ്റ് എടുത്തോ, വയ്യെങ്കിൽ റെസ്റ്റ് എടുത്തോട്ടോ. പിന്നീട് റെസ്റ്റ് കഴിഞ്ഞിട്ട് യൂട്യൂബ് ക്ലാസ് കണ്ടാ മതി. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുക, 16 വയസ്സുള്ള മുധുവിനെ ആദ്യം രക്ഷപ്പെടുത്തി, അതിനുശേഷം 10 വയസ്സുള്ള ഗണേശനെയാണ് ബച്ചാനെ കേളിയെ താലാബുമേ കൂതുപടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും നേത്രാവതി കുളത്തിലേക്ക് എടുത്തു ചാടി. नेत्रावती जब गणेश को बचाने में जुटी थी, तब गणेश ने घबराहट में नेत्रावती के गले को जोर से पकड़ लिया. അപ്പൊ ഗണേശനോ ആകെ മുങ്ങിത്താണോണ്ട് പേടിച്ച് പരിഭ്രമിച്ചിട്ടുണ്ടായത്. അപ്പൊ അവനെ രക്ഷപ്പെടുത്തുമ്പോ അവൻ എന്താ ചെയ്തെന്നറിയോ? നേത്രാവതിയുടെ കഴുത്ത് കയറി അങ്ങ് പിടിച്ചു. കണ്ടോ ചിത്രത്തിലേ? ആ പിക്ചറിൽ കണ്ടാ? ആ മരണവെപ്രാളത്തിൽ എന്താ ചെയ്തത്? ആ നേത്രാവതിയുടെ കഴുത്തിന് കയറി അങ്ങ് പിടിച്ചു അല്ലേ? അവസാനം നേത്രാവതി गणेश को किनारे पर पहुंच जाने की कोशिश में चाह कर भी खुद को उसकी पकड़ से बचा नहीं पाई और किनारे तक आते आते നേത്രാവതി का दम घुट गया. കാരണം കഴുത്തിന് മുറുക്കെ, അതായത് മരണവെപ്രാളത്തിലാണ് അവര് കഴുത്തിന് കയറി അങ്ങ് പിടിച്ചതല്ലേ? അപ്പൊ കഴുത്തിന് കയറി പിടിക്കുമ്പോ രക്ഷപ്പെടുത്താൻ പോയ ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അവനെയും കൊണ്ട് ഇങ്ങനെ തുഴയാൻ വേണ്ടി, നീന്താൻ വേണ്ടിട്ടല്ലേ? അപ്പൊ ആകെ ക്ഷീണം പിടിച്ചു പോയി നേത്രാവതി. അവനെയും കൊണ്ട് കരക്കെത്തിയപ്പോഴേക്കും അവന് ആകെ നേത്രാവതി എന്തായി? ക്ഷീണിതനായി മാറി അല്ലേ? പിന്നെന്താ പറഞ്ഞത്? ഉസ്കി സാംസേ ഹമേശാ കേ ലിയേ ഥം ഗയി. ഉസ്കി സാംസേ ഹമേശാ കേ ലിയേ ഥം ഗയി. പിന്നെന്താ സംഭവിച്ചത്? നേത്രാവതി കരയിൽ എത്തിയപ്പോഴേക്കും നേത്രാവതിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ അവരുടെ ശ്വാസം നിലച്ചു. ആരുടെ? നേത്രാവതിയുടെ. കാരണം എന്തു പറ്റിയിരുന്നു? ഈ ഗണേശ് എന്ന കുട്ടി അവളുടെ കഴുത്തിലാ പിടിച്ചതല്ലേ? കഴുത്ത് കയറി പിടിച്ചു. അപ്പൊ ശ്വാസം മുട്ടിയിട്ട് നേത്രാവതിക്ക് ശ്വാസം കിട്ടിയില്ല. അങ്ങനെ നേത്രാവതി മരിച്ചു. सांसे दमने से पहले उसने जिस साहस का परिचय दिया वैसा कुछ साहस कुछ ही लोगों में होता है. കുറച്ച് ആൾക്കാർക്ക് വേണ്ടി അവളുടെ ശ്വാസം നിലച്ചു അല്ലേ? ഈ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവളുടെ ജീവൻ കളഞ്ഞത് അല്ലേ? 2 മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. नेत्रावती की बहादुरी पर हमें गर्व है, जिसने अपने प्राणों की बाजी लगाकर दूसरों की प्राणों की रक्षा करे. എന്താ ചെയ്തത്? അവളുടെ ജീവൻ വില നോക്കാതെ, അവളുടെ ജീവന്റെ വില നോക്കാതെ അവൾ മറ്റുള്ളവരുടെ ജീവന്റെ വിലയാണ് നൽകിയത് അല്ലെ? മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പോയതുകൊണ്ടാണ് അവള് മരിക്കേണ്ടി വന്നത്. കണ്ടല്ലോ? അവരവരുടെ ജീവൻ കളഞ്ഞിട്ട് അവരെന്ത് ചെയ്തു?
മറ്റുള്ളവരുടെ ജീവന് വേണ്ടിയിട്ട് തന്റെ ജീവൻ കളഞ്ഞു അല്ലേ? എങ്ങനെയുണ്ട് ആ പാഠം? നന്നായിരുന്നോ? അപ്പൊ അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതായത് ഈ നീന്തൽ അറിയുന്നവരെ രക്ഷപ്പെടുത്താൻ പോകുമ്പോ നമ്മളെ ഈ എന്താ പറയണ്ടേ, ഫയർഫോഴ്സ് സർവീസിലെ അവര് ക്ലാസ് എടുത്തിരുന്നേക്കാം. ഞാൻ മുമ്പേ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നീന്തൽ അറിയുന്നവരും ചിലപ്പോ രക്ഷപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അവർ ഈ മരണവെപ്രാളത്തിൽ എവിടെയാ പിടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ. ഇപ്പൊ നമ്മളാണ് ഇപ്പൊ രക്ഷപ്പെടുത്താൻ പോകുന്നെങ്കിൽ മരിക്കാറായി കിടക്കുന്ന മുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ പോയാൽ അവര് ഈ മരണവെപ്രാളത്തിൽ ശ്വാസം കഴിക്കേണ്ട ആ ധൃതിയിൽ നമ്മൾ എവിടെയാ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ നമ്മൾ തന്നെ മരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലെ? ക്ലാസ് കട്ടാവാറായി. ഈ പാഠം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ 1 മണിക്ക് ക്ലാസ് ഉണ്ട്, എല്ലാവരും വരിക. അതിനു മുന്നേ നിങ്ങൾ ഒരു 2 പ്രാവശ്യം അവിടുന്ന് വായിക്കൂട്ടോ. വായിക്കണേ, ഒരു 2 പ്രാവശ്യം വായിക്കണം. മിസ് 2 പ്രാവശ്യം വായിച്ചിട്ടേ ക്ലാസ്സിൽ ഇരുത്തുള്ളൂ കേട്ടോ. എല്ലാരും വായിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. സാഹസി നേത്രാവതി, ബ്രേവ് നേത്രാവതി എന്നുള്ള ലെസൺ 2 പ്രാവശ്യം അടുത്ത 1 മണിക്കുള്ള ക്ലാസ്സിന് തൊട്ട് മുന്നേ വായിച്ചിട്ട് റെഡിയാവുക. അപ്പൊ അതിന്റെ വർക്കുകള് മിസ്